ബോർഡർ ട്രോഫിയുടെ മൂന്നാമത്തെ ടെസ്റ്റിന്റെ രണ്ടാമത്തെ ദിവസം അവസാനിക്കുന്ന സമയത്ത് ഒരു ഓസ്ട്രേലിയൻ ഡോമിനേറ്റഡ് ഡേ തന്നെ നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ട്രാവിസ് ഹെഡും സ്റ്റീവൻ സ്മിത്തും കൂടി ഇന്ത്യൻ ബൗളേഴ്സിനെ അടിച്ച് തൂഫാനാക്കിയിട്ടുണ്ട്. 405-7 എന്ന രീതിയിലാണ് രണ്ടാം ദിവസം കളി അവസാനിക്കുന്ന സമയത്ത് ഓസ്ട്രേലിയയുടെ പൊസിഷൻ. ഒരു ടെസ്റ്റിൽ 400 ഒരു ടീം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ആ ടീം ആ മത്സരം തോക്കില്ല എന്നുള്ളത്. അത് നമുക്ക് ഓസ്ട്രേലിയയുടെ കാര്യത്തിൽ പറയാം. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഓസ്ട്രേലിയ മത്സരം തോൽക്കാനുള്ള സാധ്യത ഇല്ല. വീണ്ടും ട്രാവിസ് ഹെഡും സ്റ്റീവൻ സ്മിത്തും കൂടി തന്നെയാണ് ഇന്ത്യക്ക് പണി തന്നിട്ടുള്ളത്. ഈ മത്സരം നടന്നപ്പം 2023 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത്. ഇന്ത്യ ആദ്യത്തെ 3 വിക്കറ്റുകൾ പെട്ടെന്ന് എടുക്കുന്നു. അതിനുശേഷം ട്രാവിസ് ഹെഡും സ്റ്റീവൻ സ്മിത്തും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി ഇന്ത്യയെ തോൽവിയിലേക്ക് തള്ളിവിടുന്നു. അതേപോലെ തന്നെ ഒരു ഗെയിമായിരുന്നു ഇന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ആകെ ഏകദേശം കുറച്ച് ഓവറുകൾ മാത്രമേ കളി നടന്നിട്ടുള്ളൂ. ഓസ്ട്രേലിയ 28 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ടീം 2 മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യൻ ടീം കളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. രവീന്ദ്ര ജഡേജയും വന്നു. ഹർഷിത് റാണയ്ക്ക് പകരമായിട്ട് ആകാശ് ദീപും കളിക്കാൻ വേണ്ടിയിട്ട് എത്തി. അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ ടീമിൽ ജോഷ് ഹേസൽവുഡ് കളിക്കാൻ എത്തിയപ്പോൾ സ്കോട്ട് ബോളണ്ടിനെ അവർക്ക് പുറത്തിരുത്തേണ്ടി വന്നു. ടോസ് നേടിയ രോഹിത് ശർമ്മ ബോളിംഗ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാബയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് അതൊരു നല്ല ഡിസിഷൻ ആയിരുന്നു. പക്ഷേ ഒന്നാമത്തെ ദിനത്തിൽ ഇന്ത്യയുടെ ലെങ്ത് കുറച്ച് മോശമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ ഈ ഉസ്മാൻ ഖവാജയ്ക്കെതിരെയും അതേപോലെ നെയ്തൻ മെക്സീനിക്കെതിരെയും കുറച്ച് ഷോർട്ടർ ലെങ്ത് ഒക്കെയാണ് എറിഞ്ഞിട്ടുള്ളത്. ഒട്ടും കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. പക്ഷേ മഴ വന്നതുകൊണ്ട് ഇന്ത്യക്ക് ആ ദിവസത്തിൽ വലിയ കാര്യമായിട്ട് എറിയേണ്ടി വന്നില്ല. രണ്ടാമത്തെ ദിവസം തുടക്കത്തിൽ തന്നെ തീർച്ചയായിട്ടും ഉസ്മാൻ ഖവാജയും അതേപോലെ തന്നെ നെയ്തൻ മെക്സീനെയും പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ ആ സമയത്ത് ഗ്രൗണ്ടിൽ കൃത്യമായിട്ടുള്ള പിച്ചിൽ മോയ്സ്ചർ ഉണ്ടായിരുന്നു. അതായത് പിച്ചിൽ ഈർപ്പത്തിൻ്റെ ഒരു സാന്നിധ്യം ഇന്ത്യ കൃത്യമായിട്ട് മുതലെടുത്തു. ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ മാനസ് ലിബുഷൈനെ പുറത്താക്കി, നിതീഷ് റെഡ്ഡി പുറത്താക്കുകയും ചെയ്തു. അതോടുകൂടി ഇന്ത്യക്ക് ഗെയിമിലേക്ക് നല്ല ഗ്രിപ്പ് ഉണ്ടായിരുന്നു. ഇന്ത്യ 3 വിക്കറ്റ് പെട്ടെന്ന് എടുക്കുകയും ചെയ്തു. പിന്നീട് വന്നിട്ടുള്ള ട്രാവിസ് ഹെഡ് സ്റ്റീവൻ സ്മിത്ത് സഖ്യം 250 റൺസ് കൂട്ടിച്ചേർത്തിട്ടാണ് പിരിഞ്ഞിട്ടുള്ളത്. സ്റ്റീവൻ സ്മിത്തിന്റെ ഇന്നിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു റയർ പാച്ച് ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ അത് സെഞ്ചുറിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചു എന്നുള്ളതാണ് ഓസ്ട്രേലിയയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട്, അല്ലെങ്കിൽ സ്റ്റീവൻ സ്മിത്തിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സ്റ്റീവൻ സ്മിത്ത് പെട്ടെന്ന് പുറത്താവുമായിരുന്നു. ഇന്ത്യക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ആകാശ് ദീപ് പലപ്പോഴും സ്റ്റീവൻ സ്മിത്തിനെ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പല ബോളിലും, അതായത് ഔട്ട് സൈഡ് അടിച്ചൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. വിക്കറ്റ് കീപ്പറിന്റെ കയ്യിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ 1-2 ഡിസിഷൻസ് ഉണ്ടായിരുന്നു. അത് അമ്പയർസ് കോളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റീവൻ സ്മിത്തിനെ നമുക്ക് പെട്ടെന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പറ്റിയേനെ. രണ്ടാം ദിവസത്തിലെ കളി തുടങ്ങിയതോടുകൂടി ഇന്ത്യ നന്നായിട്ട് തുടങ്ങി, 3 വിക്കറ്റുകൾ എടുത്തു. ആ ലഞ്ച് സെഷൻ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അനുകൂലമായിട്ടൊരു സെഷൻ ആയിരുന്നു നമുക്ക് പറയേണ്ടി വരും. കാരണം ട്രാവിസ് ഹെഡിന്റെ സ്റ്റീവൻ സ്മിത്തിന്റെയും പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിലും ഇന്ത്യ നല്ല ലെങ്ത്തിൽ ബോൾ ചെയ്തു. ഒരിക്കലും ട്രാവിസ് ഹെഡിനോ സ്റ്റീവൻ സ്മിത്തിനോ കളി ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലഞ്ച് സെഷനിൽ നമ്മൾ അനുവദിച്ചിട്ടില്ല. ആകാശ് ദീപ് ആയിക്കോട്ടെ, സിറാജ് ആയിക്കോട്ടെ, ബുംറ ആയിക്കോട്ടെ നല്ല രീതിയിൽ ബോൾ ചെയ്തു. പക്ഷെ വിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ആദ്യത്തെ സെഷനിൽ. പക്ഷെ രണ്ടാം സെഷനിലാണ് ശരിക്കും കളി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പോയത്. ഓസ്ട്രേലിയ ഒന്ന് ഡോമിനേറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആദ്യത്തെ സെഷനിലെ റൺ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1.8 അങ്ങനെയൊക്കെ ആയിരുന്നു. 1.8 മുതൽ 2 ആണെങ്കിൽ ഇന്നത്തെ രണ്ടാമത്തെ സെഷനിൽ റൺ റേറ്റ് എന്ന് പറയുന്നത് 7 വരെ പോയിട്ടുണ്ട്. രണ്ടാം സെഷൻ അവസാനിക്കുന്ന സമയത്ത് റൺ റേറ്റ് എന്ന് പറയുന്നത് 7.65 ഒക്കെ ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഡോമിനേറ്റിംഗ് ഇന്നിങ്സ് ആയിരുന്നു സ്റ്റീവൻ സ്മിത്തും ട്രാവിസ് ഹെഡും കൂടി ഇന്ന് കളിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഇന്നിങ്സിൽ സ്റ്റീവൻ സ്മിത്ത് എന്താ പ്രത്യേകിച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ലെഗ് സൈഡിലേക്കുള്ള ഷഫിൾ ഉണ്ടല്ലോ, ആ ഷഫിൾ അതേപോലെ തന്നെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ അങ്ങനെ ക്രീസിൽ നിന്ന് മൂവ് ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിന്റെ തല നേരെ വെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. തല നേരെ വെച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബാലൻസ് കൃത്യമായിരുന്നു. അദ്ദേഹത്തിന് ഷോട്ടുകൾ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ സെഷനിലാകുന്ന സമയത്ത് അദ്ദേഹം കൂടുതൽ സമയം ക്രീസിൽ ചെലവഴിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഫ്ലൂവൻസി തിരിച്ചു കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് ഭാഗ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഫസ്റ്റ് സെഷനിൽ നമുക്ക് പുറത്താക്കാൻ വേണ്ടിയിട്ട് സാധിച്ചേ.
ട്രാവിസ് ഹെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാവിസ് ഹെഡിന്റെ ഇന്നിങ്സ് ഇന്ത്യക്ക് ഒരു സ്കോപ്പ് നൽകാത്ത ഒരു ഇന്നിങ്സ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലാരിറ്റി ഓഫ് തോട്ടാണ്, ഞാൻ റൺസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്, എല്ലാ ബോളും അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഞാൻ എൻ്റെ ടെക്നിക്കിനെ ഒട്ടും കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പം അത്ര ഒരു സാഹചര്യത്തിലൂടെ വന്നതുകൊണ്ടാവാൻ ട്രാവിസ് ഹെഡിന് കൃത്യമായിട്ട് എല്ലാ ബോളുകളും കളിക്കാനും ഒരു ക്ലാരിറ്റിയോടുകൂടി കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സാധാരണ ഒരു ബാറ്റ്സ്മാൻ ഫോർവേഡ് ഡിഫൻസ് കളിക്കുന്ന പന്തിൽ പോലും ഒരു സിംഗിൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ട്രാവിസ് ഹെഡിന് സാധിക്കുന്നു എന്നുള്ളതാണ് ട്രാവിസ് ഹെഡിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. വീരേന്ദ്ര സേവാഗിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ട്രാവിസ് ഹെഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇന്ത്യക്ക് നല്ല പ്ലാൻ ഉണ്ടായിരുന്നു ട്രാവിസ് ഹെഡിന്, അതിനെ കൃത്യമായിട്ട് ഒന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ട്രാവിസ് ഹെഡിന് സാധിച്ചു. ഷോർട്ട് ബോളുകൾ എറിയുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ പ്ലാൻ. പക്ഷേ ആ ഷോർട്ട് ബോളുകൾ എറിയുന്ന പ്ലാനിനെ അതിജീവിച്ചുകൊണ്ട് ട്രാവിസ് ഹെഡ് നന്നായിട്ട് കളിച്ചു നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഗാബയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബാറ്റ്സ്മാൻ സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റൺസ് നിർത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതാണ് ഓസ്ട്രേലിയ ഏകദേശം 7 റൺസ് 8 റൺസ് ഒക്കെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം. ഇന്ത്യ നന്നായിട്ട് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു സമനില ഈ മത്സരത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നിങ്ങളൊന്ന് സെറ്റിലായി കിട്ടുന്നത് വരെ ആ പിച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ സെറ്റിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് റൺസ് അടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു പിച്ച് തന്നെയാണ് ഇന്നത്തെ ഗാബ പിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ട്രാവിസ് ഹെഡിന്റെയും സ്റ്റീവൻ സ്മിത്തിന്റെയും ഒരു ഇന്നിങ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ട്രാവിസ് ഹെഡ് ക്രീസിൽ നിൽക്കുന്ന സമയത്ത് സ്റ്റീവൻ സ്മിത്തിന് ഒരിക്കലും സ്കോർ ബോർഡ് മൂവ് ചെയ്യിക്കേണ്ട പ്രഷർ ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ ട്രാവിസ് ഹെഡും സ്റ്റീവൻ സ്മിത്തും കളിക്കുന്ന സമയത്ത് ട്രാവിസ് ഹെഡ് ഇന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സ്റ്റീവൻ സ്മിത്ത് ക്രീസിൽ നിൽക്കുമ്പോൾ എനിക്കൊരു അഷുറൻസ് ഉണ്ടാവുന്നുണ്ട്, അദ്ദേഹം ഒരിക്കലും ഔട്ടാവൂല, അപ്പോൾ അത് എനിക്ക് എൻ്റെ നാച്ചുറൽ ഗെയിം കളിക്കാൻ വേണ്ടി പറ്റുമെന്ന് ട്രാവിസ് ഹെഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പെയറാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര സക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അവരുടെ കരിയറിലെ 3ാമത്തെ 200+ പാർട്ട്ണർഷിപ്പാണ് ഇന്ന് ഗാബയിൽ അവരുണ്ടാക്കി എടുത്തിട്ടുള്ളത്. രോഹിത് ശർമ്മ തുടക്കത്തിൽ തന്നെ ട്രാവിസ് ഹെഡിന് ഫീൽഡ് തുറന്നു കൊടുത്തത് ഒരു ചെറിയ തിരിച്ചടിയായി തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫീൽഡ് കൃത്യമായിട്ട് തുറന്നു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആദ്യത്തെ 10-20 റൺസ് ട്രാവിസ് ഹെഡ് എത്തുന്നത് വരെ മിഡോൺ ഉള്ളിലായിരുന്നു. അതിനുശേഷം രോഹിത് ശർമ്മ മിഡോൺ തുറന്നു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഒരു ടാക്ടിക്കൽ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് രോഹിത് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം റൺസ് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പോയിന്റ് നമുക്ക് അതേപോലെ തന്നെ വെക്കായിരുന്നു. അതേപോലെ തന്നെ തേർഡ് മാനിൽ ഒരു ഫീൽഡറെ കൺസിസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അവിടെയും കുറച്ച് റൺസ് തടയാനോ അദ്ദേഹത്തെ ഔട്ടാക്കാനോ സാധിക്കുമായിരുന്നു. കാരണം ട്രാവിസ് ഹെഡിന്റെ ഇന്നിങ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ട്രാവിസ് ഹെഡ് ഇന്ന് സ്കോർ ചെയ്തിട്ടുള്ള 150-ലേറെ റൺസിൽ 35% റൺസ് ആ തേർഡ് മാനിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പം അവിടെ ഒരു ഫീൽഡറെ വെച്ചിരുന്നെങ്കിൽ അത് നമുക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു അറ്റാക്കിംഗ് ഓപ്ഷൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇന്ത്യയുടെ ബോളിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ബുംറയും മറ്റു ബോളേഴ്സും തമ്മിൽ അജഗജാന്തരം എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ബുംറ ഇന്നും 5 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ഓർമ്മിക്കപ്പെടുന്ന ഒരു 5 വിക്കറ്റ് ആവാനുള്ള സാധ്യതയില്ല. കാരണം ബുംറയ്ക്ക് ഇന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ആ ഫസ്റ്റ് സെഷനിൽ പിച്ചിൽ അത്യാവശ്യം മോയ്സ്ചർ ഉള്ളത് കൊണ്ട് തന്നെ ആകാശ്ദീപ്, സിറാജ് എന്നീ ബൗളേഴ്സ് നന്നായിട്ട് എറിഞ്ഞു. പക്ഷേ വിക്കറ്റ് എടുത്തില്ല ആകാശ്ദീപ്. ഒരുപാട് തവണ സ്റ്റീവൻ സ്മിത്തിനെ ബീറ്റ് ചെയ്തെങ്കിൽ പോലും വിക്കറ്റ് എന്തുകൊണ്ടോ ആകാശ്ദീപിന് കിട്ടിയില്ല. ഒരു ഫ്രാഷൻ ഫുള്ളറായിട്ട് ആകാശ്ദീപ് എറിയണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിക്കറ്റും കിട്ടി. പിന്നെ 4ാമത്തെയും 5ാമത്തെയും ബോളേഴ്സിനെ നന്നായിട്ട് അടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചിട്ടുണ്ട്. ആ 4ാമത്തെയും 5ാമത്തെയും ബൗളർ കൂടിയിട്ട് ഏകദേശം 150-ലേറെ റൺസാണ് ഇന്ന് വിട്ടുകൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജഡേജയ്ക്ക് മത്സരത്തിൽ കൃത്യമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതേപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിക്കും ഒരു വിക്കറ്റ് എടുത്തെങ്കിൽ പോലും അദ്ദേഹം വളരെ എക്സ്പെൻസീവായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈൻ ലെങ്ത് ഒന്നും മര്യാദയ്ക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ബോളേഴ്സ് നന്നായിട്ട് ബോൾ ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ ബോളേഴ്സ് നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. സിറാജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആകാശ്ദീപ് ആയിക്കോട്ടെ. പക്ഷേ ബുംറയെ പോലെ എല്ലാ തവണയും കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ആകാശ്ദീപ് ആയിക്കോട്ടെ, സിറാജ് ആയിക്കോട്ടെ നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ഒരു 5 ഓവർ സ്പെല്ലിൽ ഒരു 2 ഓവർ നിങ്ങൾക്ക് ബുംറയ്ക്കായിക്കോട്ടെ, സിറാജിനായിക്കോട്ടെ അല്ലെങ്കിൽ ആകാശ്ദീപിനായിക്കോട്ടെ നന്നായിട്ട് എറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ബുംറയെ പോലെ 5ൽ നിന്ന് ഒരു 4 ഓവർ
കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ലപോലെ എറിയാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല. അതാണ് ഇന്ത്യൻ ബൗളേഴ്സിൻ്റെ ഒരു പ്രശ്നം. ഇന്ന് നന്നായിട്ട് ബോൾ ചെയ്തെങ്കിലും ആകാശ്ദീപിനും സിറാജിനും ഒക്കെ ആ ഭാഗ്യം ലഭിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ സ്റ്റീവൻ സ്മിത്തിനെ തുടക്കത്തിലെ പുറത്താക്കാൻ വേണ്ടി പറ്റിയേനെ. എക്സ്പെഷ്യലി ദ ഫസ്റ്റ് സെഷനിലൊക്കെ സ്റ്റീവൻ സ്മിത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആകാശ്ദീപ്. രണ്ട് ടീമും ബാറ്റ് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഗാബേൽ ആ പിച്ചിനെ കുറിച്ച് കൂടുതൽ കമൻസ് പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് തന്നെ 400 റൺസ് അടിച്ച ഓസ്ട്രേലിയ ഈ കളി തോക്കൂല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുമെങ്കിൽ പോലും ഇന്ത്യ നന്നായിട്ട് ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമനില നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കോള് ഈ മത്സരത്തിലുടനീളം ഉണ്ട് എന്ന് മുമ്പേ ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ശക്തമായിട്ട് മഴ പെയ്യാനും ഒരു പന്ത് പോലും എറിയാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമനില നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ മോശമായിട്ട് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2-1 ഓസ്ട്രേലിയ പരമ്പരയിൽ മുന്നിലെത്തും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ ബാറ്റിംഗ് നിര നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓസ്ട്രേലിയയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഏകദേശം അവരുടെ ഒന്നാം ഇന്നിംഗ് സ്കോർ ഒരു 490-500 റൺസിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് ഒരു തവണ മാത്രം ബാറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഓസ്ട്രേലിയയുടെ ഒരു തന്ത്രം. പിന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് കൂടി പറയാം. ഈ ട്രാവിസ് ഹെഡ് കളിക്കാൻ വന്ന സമയത്ത് തന്നെ ഈ ഫീൽഡ് തുറന്നു കൊടുക്കുന്ന പരിപാടി അത്ര മികച്ചതല്ല. ട്രാവിസ് ഹെഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബോളും നന്നായിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയല്ല, എല്ലാ ബോളിലും ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഒരു 1-2 ബൗണ്ടറി അടിച്ചാലും ഫീൽഡ് തുറന്നു കൊടുക്കാതെ അദ്ദേഹത്തെ ഒന്ന് മെരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. അതായത് ഫീൽഡ് തുറന്നു കൊടുക്കാതെ കൂടുതൽ റിസ്ക് എടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും.